പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നല്ല കൈത്തറി ഏതാണ് ഒറിജിനൽ അല്ലെങ്കിൽ വ്യാജൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയണമെങ്കിൽ നമസ്കാരം, ഞാൻ ജിഷ എലിസബത്ത്. നമ്മളിപ്പോൾ ഉള്ളത് കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലാണ്. യഥാർത്ഥ കൈത്തറി എന്താണ്, അതിൻ്റെ ഗുണഗണങ്ങൾ എന്താണ്, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അത് ആരാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നമ്മൾ അവരെ സഹായിക്കേണ്ടതുണ്ടോ, അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം നിറയെ കസവിൻ്റെ വസ്ത്രങ്ങൾ ഇരിക്കുന്നുണ്ട് അല്ലേ? കസവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വിവാഹ അവസരങ്ങളിൽ, നമ്മളൊരു വീട് മാറി താമസമാണെങ്കിൽ അവിടെ വർക്ക് ചെയ്ത തൊഴിലാളികൾക്ക് കൈമാറാനാണെങ്കിൽ, അങ്ങനെ ഒരുപാട് പേര് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കുത്താമ്പുള്ളി കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തിൻ്റെ ഈ ഓഫീസിൽ നിൽക്കുകയാണ്. ഇവിടെ തന്നെ വിപണനശാലയുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഈ കൈത്തറി സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശരവണൻ സാറുണ്ട്. സാർ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നല്ല കൈത്തറി ഏതാണ് ഒറിജിനൽ അല്ലെങ്കിൽ വ്യാജൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയണമെങ്കിൽ കൈകൊണ്ട് നെയ്യുന്നതിന് നമ്മൾ കോട്ടൺ നൂല് ഉപയോഗിച്ച് നെയ്യുന്നുണ്ട്. പവർലൂമിലൊക്കെ മെഷീനിലോടുമ്പോൾ ഈ കോട്ടൺ നൂലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂല് പൊട്ടും. അപ്പം അതിൽ പരമാവധി പോളിസ്റ്ററൊക്കെ മിക്സ് ചെയ്തും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചു കൊണ്ടാണ് അത് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ വിലയിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഒരു കൈത്തറി മുണ്ടിൻ്റെ വിലയും പവർലൂമിൻ്റെ മുണ്ടും തമ്മിൽ രണ്ടിൽ ഒന്നാണ്. അതായത് 1000 രൂപയാണ് കൈത്തറി ആണെങ്കിൽ 300 രൂപയ്ക്കും കൂടി പവർലൂമിൽ വെക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇതാ ചുട്ടിയാണ് കൈത്തറിയുടെ ഒരു തിരിച്ചറിയാനുള്ള പ്രധാന കാരണം. പവർലൂമിൽ വേണമെങ്കിൽ ചെയ്യാം, എങ്കിലും കൈത്തറിയിൽ ഒരു ചുട്ടിക്കാണ് വലിയ പ്രാധാന്യം. പിന്നെ നിങ്ങൾ കണ്ടോ നൂല്, ഇതിൻ്റെ ഈ തുണിയുടെ സ്മൂത്ത് നോക്കൂ, എങ്ങനെയുണ്ട്. ഇങ്ങനെ പഞ്ഞി, ശരിക്ക് പഞ്ഞി തന്നെയാണിത്. പക്ഷേ പവർലൂം ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടായി, ഇതൊക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ തടയും, മുള്ളു പോലെ ഉണ്ടാവും. ഇതൊക്കെ ഒരു 1-2 അലക്ക് കഴിഞ്ഞാൽ പിന്നെ അലക്കും തോറും ഇതിൻ്റെ മേന്മ കൂടാണ്. നിങ്ങൾ 20 വർഷം ഈ ഉൽപ്പന്നങ്ങൾ ഒരു എണ്ണം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കും, അലക്കും തോറും ഷൈനിങ് കൂടും. മറ്റേത് 1-2 യൂസ് കഴിഞ്ഞു ഒരു നനയിൽ തന്നെ അത് ചുരുങ്ങിപ്പോവും. അപ്പം നമ്മുടെ സൊസൈറ്റി, പ്രത്യേകിച്ച് കുത്താമ്പുള്ളിയിൽ ഈ ഗ്രാമത്തിൽ തന്നെ 100% കൈത്തറി വസ്ത്രം മാത്രം നമ്മൾ ഉൽപ്പാദനം ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു സഹകരണ സംഘം ഈ കുത്താമ്പുള്ളിയിൽ ഒന്നേ ഉള്ളൂ. ശരിയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വളർന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന ജിയോ ടാഗിംഗ് കിട്ടിയ കുത്താമ്പുള്ളി സാരികൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നത് ഇവിടെ ഈ സൊസൈറ്റിയിൽ മാത്രമാണ്. മികച്ച വസ്ത്രമാണ് ഇതെന്ന് ഉപഭോക്താക്കൾക്ക് തിരിച്ചറിയാനായി ഒരു ഹാൻഡ്ലൂം മാർക്കും സർക്കാർ നൽകുന്നുണ്ട്. ഈ ഹാൻഡ്ലൂം മാർക്ക് ഉള്ള സാരികളാണ് ഒറിജിനൽ. എന്താ സൈഡ് ബോർഡ് ചെക്കാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡും ഇത് നെയ്യുന്ന ഒരു നെയ്ത്തുകാരനെ ഭയങ്കര ഇത് കൊടുക്കുന്ന ഒരു ഇതാണ്. കാരണം ഓരോന്നിനൊരു 10 വാട്ടം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കോർത്ത് 2 സൈഡ് കോർത്തെടുക്കണം. ഒരു സാരി 6.25 മീറ്റർ നെയ്യുമ്പോഴേക്കും ഒരു 3 ദിവസമെങ്കിലും പിടിക്കും. ഇതൊക്കെ 26 ഇഞ്ചാണ് ബോർഡർ. 26 ഇഞ്ച് ഇങ്ങനെ നെയ്തിട്ട് 26 ഇഞ്ച് ബോർഡർ ചെയ്തെടുക്കണം. ഇതൊക്കെ പവർലൂമിലൊന്നും ഇങ്ങനെ ചെയ്യാനെങ്കിൽ ഭയങ്കര പവർലൂമിലൊക്കെ നെയ്തെടുത്ത് എങ്ങനെയെന്നറിയോ, കരയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത് ലൈനായിട്ട് നേരെ ഉണ്ടല്ലോ. മറ്റേതൊക്കെ ഇങ്ങനെ ഈ സൈഡ് വക്കാവുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകും. എല്ലാം പരിമിതമായിട്ട് നമുക്ക് അങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുള്ള സ്റ്റോക്ക് കൈത്തറിയിൽ ഉണ്ടാവില്ല. കൈത്തറിയിൽ ഉള്ള നെയ്ത്തുകാരെ വെച്ചിട്ട് നമുക്കത് അപ്പം തന്നെ വിറ്റ് പോകും. ഈ ഇവിടെ നോക്കൂ, മറ്റു കടകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ കുത്താമ്പുള്ളി കൈത്തറി സൊസൈറ്റിയിൽ പലരും വന്ന് ഇതെന്താ ഇത്ര സ്റ്റോക്കേ ഉള്ളൂ എന്ന് പറയും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കുമിഞ്ഞു കൂടും. പക്ഷെ അതിലെന്താ വ്യത്യാസം, നമുക്ക് നമ്മുടെ നെയ്ത്തുകാർ നെയ്ത ഉൽപ്പന്നങ്ങൾ 100% കൈത്തറി മാത്രമേ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനും പറ്റുള്ളൂ. ഓണക്കാലം റിബേറ്റിന്റെ കാലമാണ്. എത്രയാണ് റിബേറ്റ് കൊടുക്കുന്നതും എന്തൊക്കെ ഡിസൈനുകളാണ് അവിടെ ഉള്ളതെന്നും സെക്രട്ടറി ശരവണൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. വിശദമായ ഫോട്ടോയും വിവരണങ്ങളും അവർ നൽകും. എങ്ങനെ ഈ തുണി പരിപാലിക്കാമെന്നും അവർ പറഞ്ഞു തരും.